പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യേശു ഒരേ സമയം ദൈവപുത്രനും ചരിത്ര പുരുഷനുമാണെന്ന് തെളിയിക്കുന്ന, സ്ഥിരീകരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ദൈവിക പദ്ധതി പ്രകാരമുള്ള ദൈവപുത്രന്റെ മനുഷ്യാവതാരം മനുഷ്യ ചരിത്രത്തിൽ മുദ്ര പതിപ്പിക്കുകയാണ്. അഗസ്റ്റസ് സീസർ നികുതി പിരിക്കാൻ സഹായകമാകുവാൻ വേണ്ടിയാണ് ജനസംഖ്യ എടുക്കുവാൻ തീരുമാനിച്ചതും കൽപ്പന പുറപ്പെടുവിച്ചതും. ലൂക്ക യേശുവിൻ്റെ ജനനത്തെ സീസറിനോടും റോമ സാമ്രാജ്യത്തോടും ലോക ജനതയോടും ബന്ധപ്പെടുത്തുകയാണ്. എല്ലാം ദൈവിക പദ്ധതി പ്രകാരം ക്രമീകരിച്ചതുപോലെ വ്യക്തമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ലോക ജനതകളെ കൂട്ടിയിണക്കാനുള്ള അഗസ്റ്റസ് സീസറിന്റെ പദ്ധതി ലോകരക്ഷകന്റെ ജനനത്തിന് വഴിയൊരുക്കുന്ന പശ്ചാത്തലമായി മാറി. ലോകരക്ഷകന്റെ ജനനം ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതുവഴി മിക്ക പ്രവാചകൻ മുൻകൂട്ടി അറിയിച്ചിരുന്ന പ്രകാരം യേശു ബെത്ലഹേമിൽ ജനിക്കുവാൻ ഇടയായി. മിക്ക 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവിക പദ്ധതി മനുഷ്യ വ്യക്തികളുടെ തീരുമാനങ്ങളിലൂടെ പോലും ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുന്നു. അത് വിശ്വാസികളുടെ ജീവിതത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ ശത്രുക്കളുടെ ജീവിതത്തിലൂടെ പോലും ദൈവത്തിന് ഇടപെട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ തിരുവചന ഭാഗം യേശുവിൻ്റെ ചരിത്രപരത ഉറപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 8 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ അത് യേശുവിൻ്റെ ചരിത്രപരത എടുത്തു കാട്ടുന്നു. അതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും യേശുവിൻ്റെ ജനനം ദൈവം മുൻകൂട്ടി അറിയിച്ചിരുന്ന പ്രകാരമാണെന്ന് വ്യക്തമാക്കുന്നു. ജെസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർത്തു വരും, അവന്റെ വേരിൽ നിന്നൊരു ശാഖ പൊട്ടിക്കിളിർക്കും, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി അറിയിച്ചവനാണ് ഇവനെന്ന് വ്യക്തമാക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് ജനിച്ചത് യൂദായുടെ വംശത്തിലാണെന്ന് സ്പഷ്ടമാണ്. ഇവനോ ശാരീരിക ജനനക്രമം അനുസരിച്ചല്ല, പ്രത്യുത അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് പുരോഹിതനായത്. യേശുവിൻ്റെ ചരിത്രപരത, അതേസമയം യേശുവിൻ്റെ ദൈവപുത്ര സ്ഥാനവും ദൈവിക പദ്ധതി പ്രകാരമുള്ള ജനനവും അവിടുത്തെ ദൈവത്വവും വെളിപ്പെടുത്തുകയാണ് ഒരേ സമയം ഈ തിരുവചന ഭാഗങ്ങളെല്ലാം. യേശുവിൻ്റെ ജനന തിരുനാളിന് തൊട്ടു മുമ്പ് ഇതെല്ലാം നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് യേശു യഥാർത്ഥത്തിൽ ആരാണെന്ന് വ്യക്തമായി അറിയുവാൻ, മനുഷ്യരക്ഷയ്ക്കായി വന്ന് പിറന്ന ദൈവപുത്രൻ മനുഷ്യ ചരിത്രത്തിൽ മുദ്ര പതിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ വസിച്ചവനാണ്. ഇവൻ ദൈവത്താൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവനാണ്. യേശുവിൻ്റെ ജനനം മനുഷ്യ ചരിത്രത്തെ രക്ഷാ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ മനുഷ്യ ചരിത്രത്തെ രക്ഷാ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയണം. ഈ യാഥാർത്ഥ്യങ്ങൾ ധ്യാനിക്കുകയും സകലർക്കും ഈ ബോധ്യം കൊടുക്കുകയും ചെയ്യാം. യേശുവിൻ്റെ ചരിത്രപരതയെ സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ചോദ്യം ചെയ്യപ്പെടുന്ന കാലം. പക്ഷേ വ്യക്തമായ ബോധ്യത്തോടെ അവൻ്റെ ചരിത്രപരതയ്ക്ക് സാക്ഷ്യം നൽകാൻ, അവൻ്റെ ദൈവത്വത്തിന് മാത്രമല്ല അവൻ്റെ ചരിത്രപരതയ്ക്കും സാക്ഷ്യം നൽകേണ്ടതുണ്ട്. അതിന് നമ്മൾ ചരിത്രം സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല.
ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് ചരിത്രത്തിൽ മുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്നെ ഓൾറെഡി പ്രവർത്തിച്ചു കഴിഞ്ഞു. ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് വെളിച്ചം പകരത്തക്ക വിധത്തിൽ പകർന്നു നൽകാൻ നമുക്ക് കഴിയണം. യേശു പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളവനും ദൈവത്തിന്റെ രക്ഷാകര ചരിത്രത്തിന്റെ ആരംഭം മുതൽ ചരിത്രത്തിൽ മുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയുമാണെന്ന് വ്യക്തമാക്കുന്നു. യേശുവിലൂടെ ഭൂമുഖം നവീകരിക്കപ്പെടും. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകും. പാപം മൂലം നഷ്ടപ്പെട്ട ഹാർമണി പുനഃസ്ഥാപിക്കപ്പെടും. അങ്ങനെ ഒരു പുതിയ പറുദീസ രൂപപ്പെടും. പുതിയ ആകാശവും പുതിയ ഭൂമിയും. പാപം മൂലം ഇടറിയ ബന്ധങ്ങൾ കൂട്ടിയിണക്കപ്പെടും. ദൈവത്തെ കുറിച്ചുള്ള അജ്ഞത അകറ്റപ്പെടും. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി ദൈവജ്ഞാനം കൊണ്ട് നിറയും. ബെത്ലഹേമിൽ യേശു ജനിക്കുന്നതിന് പശ്ചാത്തലം ഒരുക്കുന്ന ചരിത്ര സംഭവത്തെക്കുറിച്ച് പറഞ്ഞ സുവിശേഷ ഭാഗം ചിന്താ വിഷയമാക്കുമ്പോൾ തന്നെ ഈ പ്രവാചക വചസ്സുകൾ കൂടെ നാം ധ്യാന വിഷയമാക്കണമെന്ന് സഭാമാതാവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇടയിൽ മനുഷ്യനായി അവതരിച്ച ആ ദിവ്യ ശിശു, അവൻ മനുഷ്യ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുന്നെങ്കിലും അവൻ ഒരു സാധാരണക്കാരനല്ല. അവൻ ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് സ്വയം ശൂന്യവൽക്കരിച്ചിറങ്ങി വരികയാണ്. പക്ഷെ അവൻ ആരായിത്തീരും? ഈ ശിശു ആരായിത്തീരും? ഈ ശിശുവിലൂടെ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അതാണ് യഥാർത്ഥത്തിൽ പൂർത്തിയാക്കപ്പെടുന്നത്. അപ്പൊ ഈ യേശു അവന്റെ മനുഷ്യാവതാരം, പരസ്യ ജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം ഇവയിലൂടെ ഭൂമിയിൽ ദൈവരാജ്യം സംജാതമാകുകയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലാതാകുകയും മനുഷ്യന്റെ അജ്ഞത അകറ്റുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ നിറയുകയും ചെയ്യും. ജെസ്സയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിമുളച്ച ഈ ശാഖ, ഈ ക്രിസ്തു ആത്മാവിനാൽ അഭിഷിക്തനാണ്, മെശിഹായാണെന്ന സത്യം സൂചിപ്പിക്കുന്നു. ഇവനിലൂടെയാണ് ഈ ഭൂമിയിൽ പാപം മൂലം നഷ്ടപ്പെട്ട ഹാർമണി, സ്വരച്ചേർച്ച പുനഃസ്ഥാപിക്കപ്പെടേണ്ടത്. പാപം മൂലം നഷ്ടപ്പെട്ട സ്വരച്ചേർച്ച, ഹാർമണി പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് ഇവനിലൂടെയാണ്. ഇവനിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ലോകത്തിന് ഈ പരിവർത്തനം വരണം. അങ്ങനെ നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും, ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. ഭൂമിയിൽ മനുഷ്യർ പരസ്പരവും സകല സൃഷ്ടജാലങ്ങളും തമ്മിലും ഈ ഹാർമണി സ്ഥാപിക്കപ്പെടുകയാണ്. അതാണ് പശുക്കിടാവും സിംഹക്കുട്ടിയും ഒരുമിച്ച് മേയും, ഒരു ശിശു അവയെ നയിക്കും, പശുവും കരടിയും ഒരിടത്ത് മേയും എന്നൊക്കെ പറയുന്നത്. 9-ാം വാക്യത്തിൽ എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. മാത്രമല്ല സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഈ ക്രിസ്മസ് യേശു നമ്മിൽ പുതുതായി ജനിക്കുവാനും അവനിലൂടെ ദൈവിക വെളിപാടിന്റെ വെളിച്ചവും ദൈവാത്മ ചൈതന്യവും സ്വീകരിച്ച് ആ കൃപയിൽ നിറഞ്ഞ് നമ്മളും ദൈവജ്ഞാന ചൈതന്യത്താൽ പൂരിതരാകുവാൻ, ദൈവരാജ്യത്തിന്റെ യുഗാന്ത്യ പൂർത്തീകരണത്തിനു വേണ്ടി ദൈവരാജ്യ ശുശ്രൂഷയിൽ മുഴുകുവാൻ ദൈവം നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.